ഹായ് ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടെസ്കോയിലും ആൾഡിയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബാൾട്ടി സോസ് വെച്ച് എങ്ങനെ നല്ല അടിപൊളി ചിക്കൻ കറി വെക്കാമെന്നുള്ളതാണ്. ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ സ്മോളായിട്ട് കട്ട് ചെയ്ത ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ നാരങ്ങാനീരും ഉപ്പും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഈ മുളക് പൊടി ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്, കാരണം ഇതിൻ്റെ ഈ സോസിൽ തന്നെ ആവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അഡീഷണൽ എരിവ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഓവറായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മാരിനേറ്റ് ചെയ്യുമ്പോൾ അല്പം മാത്രം മുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഈ ബാൾട്ടി സോസ് ശരിക്കും ഒരു ഫ്യൂഷനാണ്. നമ്മുടെ ഈ കാശ്മീരി അതേപോലെ തന്നെ ഈ യൂറോപ്യൻ കൂടി ആഡായിട്ട് ഒന്നുകൂടി ഫ്യൂഷൻ. അപ്പോൾ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് നോർത്ത് ഇന്ത്യൻ ഡിഷുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് ഓയിലാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷ് സാധാരണ നോർമലി യൂസ് ചെയ്യുന്നത് ഗീ ബട്ടറൊക്കെയാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ അകത്ത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് ഇത് ചെയ്താൽ മതി. ജസ്റ്റ് ആ പുറമൊക്കെ ഒന്ന് മുരിയാൻ പാകത്തിന്. അത് മൊത്തത്തിൽ വേവിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് അതിന് ശേഷം ഈ ബാൾട്ടി സോസിൽ കിടന്നാണ് ഇത് ശരിക്കും വേവുന്നത്. നമ്മുടെ ഈ ബാൾട്ടി ഡിഷിൻ്റെ അല്ലെങ്കിൽ ബാൾട്ടി സോസിൻ്റെ നെയിമിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒറിജിനെക്കുറിച്ചൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് ഇതിൻ്റെ ഈ പേര് വന്നത് നോർത്തേൺ പാകിസ്ഥാനിലെ ബാൾട്ടിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരിൽ നിന്നാണെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇത് ശരിക്കും ബാൾട്ടി കറി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ ചീനിച്ചട്ടി പോലെയുള്ള ഈ ചൂടുരുണ്ട ഒരു പാത്രത്തിലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിന്നാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാൾട്ടി ഡിഷുകൾ നോർമലി പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ത്യൻ സ്പൈസസ് ഉപയോഗിച്ചാണ്. ഗരം മസാല, കൊറിയാണ്ടർ, ടർമറിക്, അതേപോലെ ജിഞ്ചർ ഗാർലിക്, ഇങ്ങനെയുള്ള എല്ലാ സ്പൈസസും നമ്മൾ നോർമലി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ വേ ഓഫ് കുക്കിങ് നമ്മൾ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ്. സോട്ട് ചെയ്ത് അതിലേക്ക് പിന്നെ ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്ത് ബാക്കി ടൊമാറ്റോ പിന്നെ സ്പൈസസ് ഇതെല്ലാം ആഡ് ചെയ്ത് അങ്ങനെയാണ് നോർമലി ഇത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡയറക്റ്റ് ഈ സോസ് ആഡ് ചെയ്യുന്ന വഴി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കിയെടുക്കുക. ഈ സോസിൻ്റെ അകത്ത് ഓൾറെഡി ഒനിയനും ടൊമാറ്റോയും പിന്നെ നമ്മുടെ ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം ഓൾറെഡി ആഡണം. ഇതിൻ്റെ അകത്ത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഒരുപാട് ഫ്രൈ ചെയ്യരുത്. അതേപോലെ തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് വെന്ത് പോകേണ്ട കാര്യമില്ല. നമ്മൾ ഈ സോസിൻ്റെ അകത്ത് തന്നെ കിടന്നാണ് ചിക്കൻ വേഗം, എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സോസിന് ആവശ്യത്തിന് എരിവുണ്ട്. അത് നമ്മുടെ ഒരു നോർമൽ ഇന്ത്യൻ കറി പോലെ, ഒരു നോർത്ത് ഇന്ത്യൻ കറിക്ക് ആവശ്യമുള്ള പോലെ തന്നെ ഒരു എരിവും സ്പൈസും എല്ലാം ഇതിന് ഓൾറെഡി ഉണ്ട്. കാരണം നമ്മൾ എല്ലാ ഇന്ത്യൻ സ്പൈസസും തന്നെ നമുക്ക് നോർമൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന പോലെ തന്നെയുള്ള എല്ലാം കുമിനും അതേപോലെ തന്നെ നമ്മുടെ കൊറിയാണ്ടറും എല്ലാം തന്നെ ആഡ് ചെയ്ത് നമ്മുടെ ഗരം മസാലയൊക്കെ ആഡ് ചെയ്ത് തന്നെയാണ് ഇത് വരുന്നത്. ആ ടേസ്റ്റ് നമുക്കത് അറിയാൻ പറ്റും കറക്റ്റ്. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്ത് ടൊമാറ്റോയുടെ ബേസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ടൊമാറ്റോയുടെ ബേസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറിയാം പുളി ഉണ്ടാവും. ഒരു ചെറിയൊരു പുളി ടേസ്റ്റ് ഒരല്പം മുമ്പോട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. സ്പൈസിയാണ്, അതേപോലെ തന്നെ ഒരു ചെറുതായിട്ടുള്ളൊരു ടൊമാറ്റോയുടെ ഒരു പുളിപ്പ് ടേസ്റ്റും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് അവരത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു പുളിയാണെങ്കിലും എരിവാണെങ്കിലും ബാലൻസ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഒട്ടും ഓവറല്ല കേട്ടോ. എരിവാണെങ്കിലും പുളിയാണെങ്കിലും ഓവറല്ല, അത് ആ പാകത്തിന് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താം കേട്ടോ. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ഇച്ചിരി കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്രീം ആഡ് ചെയ്യണമെങ്കിൽ അല്പം ആഡ് ചെയ്യാം. പക്ഷേ അന്നേരം നമ്മുടെ ഈ കറിയുടെ ക്രീമൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറിയുടെ ബേസ് ടേസ്റ്റിൽ നിന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ട്രൈ ചെയ്യാത്തത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ തിരക്കൊക്കെ ഉള്ളപ്പോഴൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ഡിഷായിട്ടത്. അത് ടെസ്കോയിൽ പോയാൽ ഗ്രേവി മേടിക്കുക, അല്പം ചിക്കൻ എടുത്ത് ഡൈസ് ചെയ്ത് ഫ്രൈ ചെയ്യുക, ആഡ് ചെയ്യുക. പിന്നെ ഒന്ന് കുക്ക് ചെയ്യാനുള്ള ഒരു 15-20 മിനിറ്റ്. ആ ടൈമിൽ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് കുക്കറി ഒന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് മറ്റ് ഇന്ത്യൻ പല ഡിഷുകളുടെ ഇപ്പോൾ ടെസ്കോ ലിഡിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഓരോ ഓപ്ഷൻസാണ്.